ഡേ 12 വാട്ട് ഐ ഈറ്റ് ഇൻ എ ഡേ ഫോർ വെയിറ്റ് ലോസ്. അപ്പോൾ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിനായിട്ട് എടുത്തിട്ടുണ്ടായിരുന്നത് നമ്മുടെ അവക്കാഡോ ഗുക്കോമൊളിയും അതുപോലെ തന്നെ ഒരു സ്ലൈസ് ബ്രെഡും ബുൾസയും പിന്നെ ബേക്ക്ഡ് ബീൻസ് എടുത്തിട്ടുണ്ടായിരുന്നു. ഞാനിതിൻ്റെ കൂടെ ടൊമാറ്റോയിൽ വരുന്ന നമ്മുടെ ടിന്നിലൊക്കെ വരുന്ന ബേക്ക്ഡ് ബീൻസ് ഉണ്ടല്ലോ അതിൻ്റെ ചെറുതാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഈ ബ്രേക്ക്ഫാസ്റ്റ് എൻ്റെ ഫേവറേറ്റ് ആണ്, നല്ല ഫുൾഫില്ലിങ് ആണ്. നമുക്ക് ഇത് കഴിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് വിശപ്പോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല കേട്ടോ. പിന്നെ ബ്രെഡിൽ തന്നെ അത്യാവശ്യം ഫൈബറും പ്രോട്ടീനും സീഡൊക്കെ അടങ്ങിയിട്ടുള്ള ബ്രെഡാണ്. ഈ അവക്കാഡോ കുക്കുമൊളിൻ്റെ പല വീഡിയോസിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഇപ്പോൾ വാട്ട് ഐ ഈറ്റ് ഇൻ ഡേയിൽ എന്തോ എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ്. നല്ല ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റ് ആണ് കേട്ടോ. എല്ലാ ദിവസവും കഴിച്ച് കഴിഞ്ഞാൽ ഒരു കുഴപ്പമില്ല. അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത്. പിന്നെ ഒരു 9 മണിയായപ്പോൾ നട്ട്സ് കഴിച്ചിട്ടുണ്ടായിരുന്നു. സ്നാക്സ് ആയിട്ട് ഇന്ന് ഞാൻ ഒരത്തിപ്പഴം അതുപോലെ തന്നെ ഒരു 4 വാൾനട്ടും ബ്രസിൽ നട്ടും എടുത്തിട്ടുണ്ട്. ഒരുപാട് ക്വാണ്ടിറ്റി ആയി കഴിഞ്ഞാൽ നമ്മൾ വെയിറ്റ് കൂടും, അതുകൊണ്ട് ക്വാണ്ടിറ്റി ലിമിറ്റ് ചെയ്തിട്ട് വേണം കേട്ടോ കഴിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഇന്ന് പാസ്ത എടുത്തിട്ടുണ്ട്. വൈറ്റ് സോസ് പാസ്ത ആണ്, ലോ ഫാറ്റ് ക്രീമൊക്കെ വെച്ച് ഉണ്ടാക്കിയതാണ്. അത്യാവശ്യം വെജിറ്റബിൾസ് ഒക്കെ ഇട്ടിട്ട് വീട്ടിൻ്റെ പാസ്തയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഗ്രേപ്സ് എടുത്തിട്ടുണ്ട്. നമ്മൾ എന്തെങ്കിലും ഡെസേർട്ടിനൊക്കെ പകരം നമുക്കിതുപോലെ ഫ്രൂട്ട്സ് ചെറിയൊരു ക്വാണ്ടിറ്റിയിൽ കഴിക്കാം. മധുരമൊക്കെ കഴിക്കാൻ ഇഷ്ടമുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അങ്ങനെ കഴിക്കുമ്പോൾ നമുക്ക് ഈ ചോക്ലേറ്റിനോടൊന്നും അത്ര ഒരു ഇത് വരില്ല കേട്ടോ. പിന്നെ ജിമ്മ് കഴിഞ്ഞ് വന്നിട്ട് ഞാൻ ഒരു പ്രോട്ടീൻ ഷേക്ക് എടുത്തിട്ടുണ്ടായിരുന്നു. ഇത് ചോക്ലേറ്റിൻ്റെതാണ് ഞാനിപ്പോൾ ട്രൈ ചെയ്തിട്ടുള്ളത്. ഓൺലൈനായിട്ട് നമ്മൾ വലിയൊരു ബോട്ടിൽ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അൺഫ്ലേവേർഡ് ആയിട്ട്. അപ്പോൾ അതിൻ്റെ കൂടെ അവർ ഈ ചോക്ലേറ്റിൻ്റെ ഇതും കൂടി ഫ്രീ ആയിട്ട് ട്രൈ ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ഡിന്നറായിട്ട് എടുത്തിട്ടുള്ളത് നമ്മുടെ നാട്ടിൽ കിട്ടുന്ന പോലത്തെ സ്വീറ്റ് പൊട്ടാറ്റോ ഒരെണ്ണം എടുത്തു. പിന്നെ ഒരു ഒറിഗാനോ ഒക്കെ ഇട്ടിട്ടുള്ള ഒരു ഓംപ്ലേറ്റ് എടുത്തിട്ടുണ്ട്. ഇതായിരുന്നു കേട്ടോ ഇന്നത്തെ എൻ്റെ ഡിന്നറ്. ഈ വീഡിയോ ഇടാൻ വേണ്ടിയിട്ട് കുറച്ച് ഡിലേ ആയിട്ടുണ്ട്. എനിക്കറിയാം, ഞാൻ കുറച്ച് ബിസി ആയി പോയിട്ട്, അതുകൊണ്ടാണ് വീഡിയോ ലേറ്റ് ആയത് അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. പക്ഷെ ഞാൻ എല്ലാ ദിവസവും എന്താ കഴിക്കണമെന്നുള്ള വീഡിയോ ഞാൻ ഇന്നും എടുക്കാറുണ്ട്. അപ്പോൾ ഡിലേ ആയതിന് ക്ഷമിക്കാം കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെയാണ് ഞാൻ ഇന്നത്തെ ദിവസം കഴിച്ചിട്ടുള്ളത്. വെയിറ്റൊക്കെ കുറയ്ക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഒട്ടും ലേറ്റ് ആക്കേണ്ട, ഇപ്പോൾ തന്നെ സ്റ്റാർട്ട് ചെയ്തോളൂ. ഒരുപാട് പുഷ് ചെയ്യാണ്ട് നമുക്കിഷ്ടമുള്ള എല്ലാ ഫുഡും കഴിച്ചിട്ടാണ് ഞാൻ വെയിറ്റ് കുറയ്ക്കുന്നത്. ഇതൊക്കെ കഴിക്കുന്നതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഒരു 2-2.5 ലിറ്റർ വെള്ളം മിനിമം കുടിക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം. അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ബോഡി ഡീഹൈഡ്രേഷൻ ആവും കേട്ടോ. അപ്പോൾ അതെല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക.